ലക്ഷ്മി ഇപ്പം നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതിലെയും നൂറയെ പറ്റിയിട്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരെന്നൊക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, അതായത് ഇതുപോലെയുള്ള 2 വ്യക്തികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പം ലക്ഷ്മി എവിടുന്നോ എന്തോ കാര്യത്തിൽ ട്രെയിൻഡ് ആണ് എന്നുള്ളൊരു സാധനം ഇവിടെ പ്രൂവ് ചെയ്യുക ചെയ്യപ്പെടുന്നത്. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു സാധനം കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ലക്ഷ്മിനെ എങ്ങനെ ആയിരിക്കാം ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലക്ഷ്മി എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിന് ഹോമോഫോബിക് ആയിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി രീതി സംസാരിച്ച് കഴിഞ്ഞാൽ വോട്ട് കുറെ വരും, എനിക്ക് വെളിയിൽ സപ്പോർട്ട് ഉണ്ടാവുന്ന ആൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ഒരു ഡീപ്പായിട്ടൊരു കോൺവെർസേഷന് പോകാൻ ലക്ഷ്മിക്ക് പറ്റില്ല. കാരണം ഞാൻ അന്ന് സംസാരിച്ച കോൺവെർസേഷനിലാണ് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ലക്ഷ്മി സംസാരിക്കുന്നതിൽ മനസ്സിലായത്, സെറ്റ് ഓഫ് പഠിച്ചു വന്ന കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്നതല്ലാതെ ലക്ഷ്മി പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടുണ്ടെന്ന്, ആ ലക്ഷ്മി തന്നെ ലാലേട്ടൻ ഇതുപോലെ ഷൗട്ട് ചെയ്തിട്ട് ബ്രേക്ക് എടുത്തിട്ട് പോയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് ബൈസെക്ഷൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവരെന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഞാൻ അതിനെ നോർമലൈസ് ചെയ്യത്തില്ല.